എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ പ്രദീപ് കുമാറിന്റെ മകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി കലൂരിൽ വെച്ച് അറസ്റ്റിലായ മകളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്ത് മകളുടെ അഭിഭാഷക ഹൈക്കോടതിയെ സമീപിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ ഒളിവിലാണ്. മകളുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് നീക്കമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? വിഷ്ണു, മകൾക്കെതിരെ അടക്കം ഈ ആത്മഹത്യ ചെയ്ത് ഇവരുടെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ കലൂരിൽ നിന്ന് അവരെ കസ്റ്റഡിയിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവരുടെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുക്കുന്നത് ചട്ടങ്ങൾ പാലിച്ചല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭിഭാഷക ഉന്നയിക്കുന്നത്. അവരിന്ന് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിവരം ലഭ്യമാകുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി ഉള്ളത് പറവൂർ പോലീസ് സ്റ്റേഷനിലാണ്. അവർ വിശദമായി ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഇപ്പോഴും ഒളിവിലാണ്. ഇന്നലെ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. അവർ ഈ ഒളിവിലായ രണ്ടുപേരെയും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം സമാന്തരമായി തന്നെ ഈ ആശയുടെയും അതോടൊപ്പം ഈ ബിന്ദുവിന്റെയും രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രാഥമികമായി പുരോഗമിക്കുന്നത്. ബിന്ദുവിന് എവിടെ നിന്ന് ഈ 10 ലക്ഷം രൂപ നൽകാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിശോധന. ഇവരുടെ ബാങ്ക് ഇടപാടുകളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് പണം വന്നത് എന്ന് ചോദിക്കണം. ഒപ്പം ഈ ആശ ഈ പണം എന്തിന് വിനിയോഗിച്ചു എന്ന് പറയണം. ആത്മഹത്യക്കുറിപ്പിൽ നിരവധി ആളുകളോട് പണം വാങ്ങിയ കാര്യം, ഈ കടം വീട്ടുന്നതിന് വേണ്ടി പണം വാങ്ങിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പണമൊക്കെ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്തണം. എന്നതിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഒപ്പം ഈ ആലുവ മേഖലകളിലെ അല്ലെങ്കിൽ ആലുവ റൂറൽ പരിസരത്തെ ഈ പലിശ ഇടപാട് നടത്തുന്ന ആളുകളെ നിരീക്ഷണം ചെയ്യാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ ഓപ്പറേഷൻ കുബേർ വീണ്ടും സജീവമായിരുന്നു. ആലപ്പുഴയിൽ ആലുവയിൽ ഒരാളെ വീണ്ടും കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു. ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ആ നടപടി കൂടി കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് റൂറൽ പോലീസിന്റെ തീരുമാനം. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.